കളം കാവൽ. സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന റിയൽ ലൈഫിലുള്ള ഒരു പെൺകുട്ടികളെ പറ്റിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു കുറ്റവാളിയുടെ ലൈഫിൽ നിന്നെടുത്ത കുറേ സംഭവങ്ങളാണ് ഈ ഒരു കളങ്കാവലിൻ്റെ സ്റ്റോറിക്ക് ഇൻസ്പിറേഷനായി മാറിയത്. ജിതിൻ കെ ജോസ്, മമ്മൂട്ടി, വിനായകൻ എന്നിവയുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മൂവിയാണിത്. സോ ഒരു വിനായകൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു കേരള പോലീസിൻ്റെ സ്ട്രഗിൾസാണ് ഈ ഒരു കഥാപാത്രത്തെ, മമ്മൂട്ടി എന്ന ഈ ഒരു പ്രതിനായക കഥാപാത്രത്തെ പിടിക്കാനായിട്ടുള്ള സ്ട്രഗിൾസ് ഓരോ തവണയും വഴുതി പോകുന്ന ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയുടേത്. സോ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വെച്ച് രക്ഷപ്പെടുന്ന ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ. സോ അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടികളെ പറ്റിക്കുന്നത്, ആ ഒരു സ്ട്രാറ്റജീസ്, ആ ഒരു പാറ്റേൺസ് അത് വെച്ച് പോലീസിനെ കണ്ടുപിടിച്ച് ഇദ്ദേഹത്തെ ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളങ്കാവൽ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. ഇൻ്റർവെൽ പോയിന്റ് വരെ വളരെ ഗംഭീരമായിട്ടുള്ള നറേഷനിൽ പോയ ഒരു മൂവിയാണ്. അതിപ്പോൾ കൊലപ്പെടുത്തുന്ന രീതിയാണെങ്കിലും ആ ഒരു പാറ്റേൺസ്, മെത്തേഡ്സ്, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള സംഭവത്തിലാണ് ഈ ഒരു സിനിമ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സോ പോലീസിന് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ, എങ്ങനെയായിരിക്കും കീഴ്പ്പെടുത്തുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളിലോട്ടും സിനിമ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആ ഒരു രീതിയിലോട്ട് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്നുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ ഒരു ഗംഭീര പെർഫോമൻസ് സിനിമ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ മേജർ ഹൈലൈറ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സിനിമയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എസ്പെഷ്യലി ചെയ്യുമ്പോൾ ആ ഒരു സിനിമയിൽ നിന്നും വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻസ് ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിലും ഒന്നും തന്നെ റിപ്പീറ്റ് അടിക്കാത്ത ഒരു ആക്ടറാണ് മമ്മൂട്ടി. സോ അത്രയും വേഴ്സറ്റൈൽ ആക്ടറായിട്ടുള്ള, അത്രയും ബ്രില്യൻ്റ് ആക്ടറായിട്ടുള്ള ഒരു ഗംഭീര ആക്ടറിൻ്റെ പെർഫോമൻസാണ് ഈ ഒരു സിനിമ സാക്ഷ്യം വഹിക്കുന്നത്. അതാണ് ഈ ഒരു കളങ്കാവലിൻ്റെ മേജർ ഹൈലൈറ്റ്. ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല പെർഫോമൻസ് ആയിരുന്നു. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.